ഞാനൊരു മോർണിംഗ് എനിക്ക് കാലിന് ലിഗമെന്റിന് ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മുഴുവൻ ചാനലുകാരാണ്. എൻ്റെ പെർമിഷൻ ഇല്ലാതെയും ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു. രാവിലെ ആയതുകൊണ്ട് 7 മണി ആയതുകൊണ്ട്. ബാക്കി ഞാൻ സത്യം പറയാം ഇത്രയും പേരെ കണ്ട് ഞെട്ടിപ്പോയി. അപ്പം എന്നോട് ചെയ്തത് ഒരു അനീതിയാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ടാണല്ലോ ഈ സാധുവിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇത്രയും ചാനലുകാർ വന്നിരിക്കുന്നത്. എൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടേ വോട്ട് ചെയ്തത് LDF LDF കാൻഡിഡേറ്റിന് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ LDFന്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തതോ? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ തെറ്റ് ചെയ്തവരോട് ചോദിക്കുക. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ കഴിഞ്ഞ വയനാട് ക്യാമ്പിൽ വെച്ചിട്ട് 1.5 മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിട്ട് ഇന്നലെ TV-യിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പം ഞാൻ പറയാണ്. ദൈവം എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതാണത്. ഈ KPCC-യിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ കൊള്ളില്ല, ലജ്ജാകരാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണിപ്പോൾ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സീനിയേഴ്സും എല്ലാവരും, റോസക്കുട്ടി ടീച്ചറും ലതിക സുഭാഷും സാക്ഷാൽ ശ്രീ K. കരുണാകരന്റെ മകളൊക്കെ 10-22 വർഷം അവിടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങളാരും അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഷഹിദ കമാല് ഞങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ പറയണം. അദ്ദേഹം അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും കണ്ടിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് ഈ 2-3 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ജെബി മേത്തറിനെ ഇപ്പൊ ഇവിടെ വന്ന ഡൽഹിയിൽ നിന്ന് വന്ന News 24 ഒരു അംബുജൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലാണ്. ഈ 2 വർഷം മുമ്പ് വരെ ഈ ജെബി മേത്തർ എന്ന് പറഞ്ഞൊരു ലീഡർ കേരളത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയി പറഞ്ഞു. പുറത്താക്കപ്പെട്ട മഹിളാ കോൺഗ്രസ് നേതാവ് സിമി റോസ്വെൽ ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ വിവരങ്ങളാണ് നിങ്ങൾ കണ്ടത്.